ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സൽമാൻ ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗും ഡെയിലി ലൈഫും ഒന്നുമല്ല എടുക്കുന്നത്. നമ്മൾ ഇന്നൊരു കുക്കിംഗ് ആണ് ഗൈസ് ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രൈ ഒന്നും ഇല്ലെങ്കിൽ മാത്രമല്ല നമുക്ക് സോയാബീനും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട്, നമുക്ക് ഏത് ഏജ് ഉള്ളവരായാലും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, എന്തുവായിരുന്നു, കുരുമുളക്. അപ്പോൾ ഇത് നാലും നമുക്ക് വേണം. എന്നിട്ട് ഇത് എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ, നമ്മളെ ഈ സോയാബീൻ ആദ്യമായിട്ട് നമ്മൾ ഈ സോയാബീൻ എടുത്തിട്ട് നോർമൽ വാട്ടറിലിട്ട് കഴുകണം. എന്നിട്ട് പിഴിഞ്ഞിട്ട് വീണ്ടും ചൂടുവെള്ളത്തിലിട്ട് എടുത്തിട്ട് വീണ്ടും പിഴിയണം. അപ്പം നമുക്കിതേ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനിയാണ് നമ്മുടെ കളികൾ തുടങ്ങാൻ പോകുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ എല്ലാ പൊടികളും ഇടണം. എന്നിട്ട് ഇച്ചിരി എണ്ണയും വെള്ളവും കുറച്ച് മതി, ഇച്ചിരി എണ്ണയും വെള്ളവും എടുത്തിട്ട് നമ്മൾ ഈ സോയാബീൻ എടുത്ത് അതിലോട്ട് ഇങ്ങനെ ഇടണം. ഇങ്ങനെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് വാരി എടുത്ത് ഇതിലങ്ങ് സൂപ്പർ. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സോയാബീൻ കുറച്ച് ചെയ്യണം. അതായത് ഓക്കെ, ഒരുപാട് വെള്ളം ആഡ് ചെയ്യല്, കാരണം സോയാബീനിൽ നേരത്തെ കുറച്ച് വെള്ളം അതിൻ്റെ അകത്തുണ്ട്. അത് ബാലൻസ് വന്നാലും നല്ല വെള്ളം വരും. എന്നിട്ട് നമുക്ക് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ സോയാബീൻ എന്നിടാം. ഇപ്പോൾ കേട്ടോ ഗൈസ്, ഇനി ഇത് മിക്സ് ചെയ്യണം. ഉമ്മ ബാക്കിൽ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ, ഭയങ്കര ചിരി, അട്ടഹസിച്ച് സൗണ്ട് ഇല്ലാതെയാണ് ചിരിക്കുന്നത്. ഇപ്പൊ കാണിച്ചു തരാം ഞാൻ ഗൈസ്. അപ്പൊ ഞാൻ ഇവിടെ സക്സസ്ഫുള്ളി മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒരു 15 മിനിറ്റ് വെച്ചേക്കണം. പക്ഷേ എൻ്റെ ആക്രാന്തം മൂലം എനിക്ക് 15 മിനിറ്റ് വെക്കാൻ ഒരു ഇതില്ല. ഞാൻ ഇപ്പം തന്നെ ഇടുകയാണ് സുഹൃത്തുക്കളെ, കാരണം എനിക്ക് വിശക്കുന്നു ഗൈസ്. ഗൈസ്, അപ്പം ഞാൻ കുറച്ചായിട്ടാണ്, ഇനിയാണ് എൻ്റെ യുദ്ധം തുടങ്ങുന്നത്. ഞാൻ കുറച്ചായിട്ടാണ് ഇത് ഇടുന്നത്. ഇതൊക്കെ എന്ത്, നമ്മൾ കുറെ ഫ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ കൈയൊക്കെ ഇതിനോട് പൊരുത്തപ്പെട്ട് വന്നിട്ട്, അതുകൊണ്ട് എളുപ്പമാണ്. ഗൈസ്, എണ്ണയ്ക്ക് വില കൂടിയത് കൊണ്ടാണ് എന്നാണ് ഉമ്മ പറയുന്നത്. അല്ലായിരുന്നെങ്കിൽ വലിയ പാത്രത്തിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് എടുക്കാമെന്നാണ് ഉമ്മ പറയുന്നത്. ഞാനൊരു മന്ത്രിയായിട്ട് എണ്ണയുടെ വില കുറയ്ക്കാൻ പോകും. അതുകൊണ്ട് ഇവിടെ പൊതുവെ കുറച്ച് എണ്ണയാണ് ഉപയോഗിക്കാറ്. ഗൈസ്, അപ്പോൾ ഇതൊരു ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടെ വാരി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതും സോസിൻ്റെ കൂടെയും കഴിക്കാം. എന്തായാലും നല്ല അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇനി നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഒരു അഭിപ്രായം കൊണ്ട് നിങ്ങൾ കമൻറ്റിൽ ഇടണം. അപ്പം നമുക്ക് കഴിക്കാം. കുക്കിംഗ് വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഉച്ചക്കൂടെ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും കൂടെ അയച്ചു കൊടുക്കുക. അപ്പം ടാറ്റാ ബൈ ബൈ.